ഗുഡ് ഈവനിങ്. നമ്മൾ ഈ ചപ്പാത്തിയും അപ്പവും ഇടിയപ്പവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദിവസം മുട്ട, ചിക്കന്, ഫിഷ് കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലാതെ നമുക്ക് വേറൊരു വെറൈറ്റി ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പാൻ ചൂടായതിലേക്ക് കുറച്ച് ബട്ടറും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒന്ന് കടുക് താളിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വാഷ് ചെയ്തെടുത്ത മഷ്റൂമാണ്. ഒരു 4ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പും കുറച്ച് ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട. ആവിക്കകത്തിലിരുന്ന് നന്നായിട്ട് കുക്കായി വന്നോളും. ഇതിലേക്ക് ഒരു വലിയ തക്കാളിപ്പഴവും ഒരു 5 കാഷ്യൂവും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ആ പാത്രം കഴുകി ഒരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാഷ്യൂ ഒക്കെ ചേർത്ത് അരച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഗരം മസാലയും ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളി.